സാർ, അധികം ആരും ചർച്ച ചെയ്യാതെ പോയ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നടൻ ദുൽഖർ സൽമാൻ ഒരു ബിരിയാണി അരിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ്. നമുക്കറിയാം. അതിന്റെ പരസ്യം നമ്മളൊക്കെ ടെലിവിഷനിൽ കാണാറുള്ളതുമാണ്. ഇപ്പോഴിതാ ആ ബിരിയാണി അരിയിൽ നിന്നും ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് വന്നിരിക്കുന്നു. മാത്രമല്ല, പത്തനംതിട്ടയിലുള്ള ഉപഭോക്തൃ കോടതിയിൽ അടുത്ത മാസം 3-ാം തീയതി ദുൽഖർ സൽമാനോട് നേരിട്ട് ഹാജരാവാൻ കോടതി ഉത്തരവിട്ടിട്ടുമുണ്ട്. അപ്പോൾ നിലവിൽ ഇത്തരം പരസ്യങ്ങളിൽ ബ്രാൻഡ് അംബാസിഡർമാരായി എത്തുന്ന നടന്മാർ അവർ കാരണമല്ല ഇത്തരത്തിൽ വിഷയങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ പോലെയുള്ള ഗുരുതര തെറ്റുകൾ ഉണ്ടാവുന്നത്. പക്ഷെ ബ്രാൻഡ് അംബാസിഡർ ആയതുകൊണ്ട് തന്നെ തങ്ങൾ പരസ്യം ചെയ്യുന്ന പ്രൊഡക്റ്റ് അതെന്താണെന്ന് അറിയാനും കൃത്യമായി അതിന്റെ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള ഒരു ഉത്തരവാദിത്വം ഇത്തരത്തിലുള്ള താരങ്ങൾക്കുണ്ട്. കാരണം സെലിബ്രിറ്റി ഇമേജ് ഉള്ളവരാണ്, ഒരുപാട് സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ദുൽഖർ സൽമാന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? നമ്മളൊക്കെ ദിവസവും ടി വിയിൽ കൂടിയും പത്രത്തിൽ കൂടിയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പറ്റി ആ പരസ്യത്തിൽ കൂടി പറയുന്ന ആ പ്രൊഡക്റ്റിനെ പറ്റിയാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന ഒരു ബിരിയാണി റൈസ് കമ്പനി, ആ കമ്പനിയെ വിശ്വസിച്ച് പത്തനംതിട്ട ജില്ലയിലെ ഒരു കരാറുകാരൻ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ സദ്യക്ക് ഈ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് ആയിരുന്നു അദ്ദേഹം സദ്യക്ക് വിളമ്പിക്കൊണ്ടിരുന്നത്. സാധാരണ ബിരിയാണി റൈസ് കിട്ടുന്നതിന്റെ 2 ഇരട്ടി വിലയ്ക്കാണ് ഈ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് വിറ്റുകൊണ്ടിരുന്നത്. പക്ഷേ അവരുടെ പരസ്യം കൊണ്ടും മലയാളത്തിലെ ഏറ്റവും മഹാനടനായ മമ്മൂട്ടിയെ പോലെയുള്ള ഒരു നടൻ, യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ദുൽഖർ സൽമാൻ അതിന്റെ പരസ്യ മോഡലായി, അല്ലെങ്കിൽ അതിന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയായി അഭിനയിച്ച് പാചകം ചെയ്യുന്ന വേഷത്തിലെത്തി അഭിനയിച്ച് അത്രമാത്രം ഒരു ജനപ്രിയമായി പോലുള്ള പരസ്യത്തിൽ കൂടി ആ പരസ്യം ആകർഷിച്ചാണ് യഥാർത്ഥത്തിൽ ഈ എന്റെ കക്ഷിയായ ഈ പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് സ്വദേശി ഈ തന്റെ ബിരിയാണി ഭക്ഷണത്തിനെല്ലാം അദ്ദേഹം ഈ കരാറുകാരൻ ഈ ബിരിയാണി റൈസ് വാങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ 2 മാസം മുമ്പ് അദ്ദേഹം ഒരു കോന്നി എന്ന് പറയുന്ന വള്ളിക്കോട് കോട്ടയത്തിലൊക്കെ അടുത്തുള്ള ഒരു പ്രദേശത്ത് ഒരു സദ്യ നടത്തി, വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു സദ്യ നടത്തിയപ്പോൾ ആ സദ്യക്ക് വിതരണം ചെയ്ത വെജിറ്റബിൾ ബിരിയാണി കഴിച്ചവർക്കും ചിക്കൻ ബിരിയാണി കഴിച്ചവർക്കും ഭക്ഷ്യവിഷബാധയേറ്റു. തുടർന്ന് അത് വലിയ വിഷയമായി. വിവാഹവുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ നമുക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രതീക്ഷയോടെയായിരിക്കും ഒരു മാതാപിതാക്കൾ ഒരു മകളുടെയോ മകന്റെയോ വിവാഹം നടത്തുന്നത്. അപ്പൊ അത് വളരെ കരുതി സ്നേഹത്തോടെ വിളിക്കുന്ന അവരുടെ വേണ്ടപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ആ നാട്ടിൽപ്പെട്ടവര്, അവരുടെ സുഹൃത്തുക്കള് ഒക്കെ വന്ന് ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം കഴിച്ചതിൽ നിന്നൊരു ഭക്ഷ്യവിഷബാധ ഏൽക്കുകയും ആ ഭക്ഷ്യവിഷബാധ ഏറ്റവർ ആശുപത്രിയിലെത്തി അതൊരു ഒരു നാട്ടിലൊരു വലിയ തരത്തിലുള്ള ഒരു അപമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. അപ്പൊ അങ്ങനെ നാട്ടുകാർ കൂടി, അത് പൊതുപ്രവർത്തകർ കൂടി, അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ കൂടി ഒക്കെ കൂടിക്കഴിഞ്ഞ് അന്വേഷിച്ചപ്പോൾ ഈ റോസ് ബ്രാൻഡ് ബിരിയാണി എന്ന് പറയുന്ന അതിന്റെ പത്തനംതിട്ട ജില്ലയില് അതിന്റെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ പത്തനംതിട്ട നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള മലബാർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന സ്ഥാപനമാണ്. ആ മലബാർ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഇദ്ദേഹം മേടിച്ചിട്ടുള്ള വർഷങ്ങളായി മേടിക്കുന്ന ബില്ലുകൾ അദ്ദേഹം ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെയൊക്കെ കാണിച്ചു. അപ്പൊ അവരൊക്കെ ആവശ്യപ്പെട്ടു, എങ്ങനെയാണ് ഇത്തരത്തിൽ എങ്ങനെയാണ് ഇത് പിന്നെ ഈ ഇത്തരത്തിലുള്ള എങ്ങനെയാണ് ഈ പിന്നെ ഈ ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നുള്ള അന്വേഷണത്തിലേക്ക് എത്തിയപ്പോൾ ഈ ചാക്ക് കണ്ടെത്തിയപ്പോൾ ഈ ചാക്കിൽ മാനുഫാക്ചറിംഗ് ഡേറ്റോ എക്സ്പയറി ഡേറ്റോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിരുന്നില്ല. അപ്പം മാനുഫാക്ചറിംഗ് ഡേറ്റും എക്സ്പയറി ഡേറ്റും രേഖപ്പെടുത്താതെ ഇരുന്നപ്പോൾ അവിടുത്തെ പൊതുപ്രവർത്തകരും അയാളുടെ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാനും ഒക്കെ തന്നെ ഈ കമ്പനി അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടു, റോസ് ബ്രാൻഡ് ബിരിയാണി അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ റോസ് ബ്രാൻഡ് ബിരിയാണി അധികൃതർ പറഞ്ഞ വിശദീകരണമാണ്, അവരന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ദിവസങ്ങൾ നീണ്ട അവരുടെ അന്വേഷണത്തിന് ശേഷം അവർ പറഞ്ഞു, ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് ഞങ്ങൾ എറണാകുളം ജില്ലയ്ക്ക് വിൽക്കാൻ വേണ്ടി മാത്രം വെച്ചിരുന്നതാണ്. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയ്ക്ക് വിൽക്കാൻ കൊടുത്തിരുന്ന പ്രൊഡക്റ്റ് അല്ല ഇത്, ചാക്കല്ല ഇത്, എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി വിൽക്കാൻ വേണ്ടി കൊടുത്തിരുന്ന ചാക്കാണിത് എന്ന് വളരെ നിരുത്തരവാദപരമായ മറുപടിയാണ് പറഞ്ഞത്.
പിന്നീട് നമ്മൾ വീണ്ടും ഇതിന്റെ മാർക്കറ്റിംഗ് ഹെഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്, അവരെ പിരിച്ചുവിടാൻ വേണ്ടിയുള്ള നോട്ടീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കണം, ഇത്തരത്തിലുള്ള ഒരു 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 സെലിബ്രിറ്റി, ആ, പ്രത്യേകിച്ച് ഒരു ചെറിയ നടനല്ല, ഒരു പ്രമുഖ നടന്റെ മകനായ ഒരു വലിയ നടൻ, അദ്ദേഹം പറഞ്ഞ പരസ്യത്തിൽ കൂടി, അദ്ദേഹം കാണിക്കുന്ന പരസ്യത്തിൽ കൂടി ആടിത്തിമിർത്ത് അഭിനയിച്ച് ആളുകളെ സ്വാധീനിച്ചിട്ടാണ് ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, സദ്യ കരാറുകാർ, നമുക്കറിയാം ഒരു സദ്യ കരാറുകാരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു റെപ്യൂട്ടേഷൻ, അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർക്ക് ഈ രംഗത്ത് ശോഭിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു 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 10, 15, 20 വർഷമായി ഈ കാറ്ററിംഗ് ബിസിനസ് നടത്തിയിരുന്ന ഒരു 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 ചെ- ഒരു 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 യുവാവിന്റെ ഭാവി പൂർണ്ണമായും തകർക്കുന്ന സമീപനമാണ്. അതുകൊണ്ടൊക്കെയാണ് ഞാനും ഒക്കെ തന്നെ ഈ കമ്പനി അധികൃതരുമായിട്ട് സംസാരിച്ചത്. അപ്പൊ ഒടുവിൽ കഴിഞ്ഞ മാസം കൺസ്യൂമർ പത്തനംതിട്ട ഉപഭോക്തൃ തർക്കപരിഹാര ഫോറത്തിൽ ഞാൻ ഈ ഇദ്ദേഹത്തിന് വേണ്ടി ഒരു ഹർജി ഫയൽ ചെയ്തു. ആ ഹർജി ഫയൽ ചെയ്തപ്പോൾ കോടതിയിൽ നിന്നും പക്ഷെ വളരെ അനുകൂലമായ ഒരു ഒരു തീരുമാനമാണ് ഉണ്ടായത്. ഈ ഇതിന്റെ പിന്നെ മലബാർ ഇതിന്റെ ഈ പ്രൊഡക്റ്റിന്റെ കമ്പനി, ഒന്നാം എതിർകക്ഷിയായ ഇതിന്റെ മാനുഫാക്ചേഴ്സ് ആയ ഈ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസിന്റെ ഉടമയും, പിന്നെ രണ്ടാം എതിർകക്ഷിയായ ഈ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസിന്റെ പത്തനംതിട്ടയിലെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറായ മലബാർ എന്ന് പറയുന്ന ഏജൻസിയും, മൂന്നാം എതിർകക്ഷിയായ ഇതിന്റെ പരസ്യത്തിൽ കൂടി ഇതിനെ ഏറ്റവും കൂടുതൽ പ്രലോഭിപ്പിക്കുകയും പരസ്യത്തിൽ കൂടി ഇത് ഈ ജനങ്ങൾ ഹൃദയങ്ങളിലേക്ക് ചേക്കേറാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ബ്രാൻഡ് അംബാസഡറായി നിന്ന് ഇതിന്റെ ഈ ഉൽപ്പന്നത്തിന്റെ ഒരു ഒരു ക്രെഡിബിലിറ്റിയെ പറ്റി, അല്ലെങ്കിൽ ഈ ഉൽപ്പന്നത്തിന്റെ ഒരു മൂല്യത്തെ പറ്റി ജനങ്ങളിലേക്ക് കൃത്രിമമായ ധാരണ ജനിപ്പിച്ച ദുൽഖർ സൽമാനും ഈ ഡിസംബർ മാസം 3-ാം തീയതി കോടതിയിൽ ഹാജരാകണമെന്നുള്ള ഒരു അനുകൂലമായ വിധി എന്തായാലും ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയ മറ്റൊരു കാര്യം, എനിക്ക് അത്ഭുതം തോന്നിയ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ കേസിനകത്തുള്ളത്. എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം, ഈ പറയുന്ന ഇത് ഇത്രയും വാർത്തയായിട്ട് പോലും മലയാളത്തിലെ ഒന്ന് രണ്ട് പ്രമുഖ ദൃശ്യമാധ്യമങ്ങൾ ഇത് നന്നായി വാർത്ത കൊടുക്കുകയും ഫോളോ അപ്പ് സ്റ്റോറികൾ കൊടുക്കുകയൊക്കെ ചെയ്തു. റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ചാനലുകൾ ഇതിനെ ഫോളോ അപ്പ് സ്റ്റോറി ആയിട്ട് തന്നെ വാർത്തകൾ കൊടുത്ത് ഈ സദ്യ കരാറുകാരന്റെ നിസ്സഹായാവസ്ഥയെ പറ്റി പൊതുജനങ്ങളെ ഇടയിൽ ഒരു ഒരു ധാരണ ഉണ്ടാക്കുകയും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ പറ്റിയുള്ള ഒരു സൂചന ആളുകൾക്കിടയിൽ ആ, ആളുകൾക്കിടയിൽ എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഒരുപാട് ഓൺലൈൻ ചാനലുകളും കൃത്യമായി ഈ വാർത്തകൾ, നമ്മൾ ആരും ആവശ്യപ്പെടാതെ തന്നെ കൃത്യമായി ഈ വാർത്തകൾ കൊടുക്കാൻ തയ്യാറായി. പക്ഷേ മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള രണ്ട് മൂന്ന് ദൃശ്യമാധ്യമങ്ങൾ ഈ വാർത്ത മുഖം തിരിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ അവരുടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടപ്പം എനിക്കറിയാൻ കഴിഞ്ഞത്, അവർ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് പരസ്യ ഇനത്തിൽ കൂടി ഭയങ്കരമായ തുക, ഞങ്ങൾക്ക് ഫ്രണ്ട് പേജ് പരസ്യമൊക്കെയാണ് അവർ തരുന്നത്. അപ്പൊ ഞങ്ങളുടെ മാർക്കറ്റിംഗ് വിഭാഗത്തിന്റെ ഞങ്ങളുടെ അഡ്വർടൈസ്മെന്റിൽ കൂടി ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ പിന്നെ തുക ഇതുവഴി ഞങ്ങൾക്ക് നഷ്ടമാകുമെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മള് ഈ ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത്രയും വലിയൊരു പ്രൊഡക്റ്റ് ആയിട്ട് പോലും ഈ വിഷയം പരിഹരിക്കാൻ ആവശ്യമായ യാതൊരു കാര്യങ്ങളും ഇത് പരിഹരിക്കാൻ പറ്റത്തില്ല. എന്നാൽ പോലും ഒരു ന്യായമായ കോമ്പൻസേഷൻ പോലും കൊടുക്കാൻ ഈ പറയുന്ന ഞങ്ങളുടെ തെറ്റാണെന്ന് കമ്പനി, റോസ് ബ്രാൻഡ് ബിരിയാണി കമ്പനി സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അത് ന്യായമായി ഒന്നൊരു ഒരു ഒരു ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പോലും ആ കമ്പനി അധികൃതർ മുന്നോട്ട് വന്നില്ല. അവർ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ പേര് നടപടി എടുത്തു എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷെ രണ്ടാമത്തെ കാര്യം, ഈ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ അച്ചടി മാധ്യമങ്ങളും ഈ വാർത്തയോട് കാണിച്ച ഒരു നിഷേധാത്മകമാണ്. നമുക്ക് അറിയാം, ഈ ദുൽഖർ സൽമാൻ ഇത്തരത്തിൽ പിന്നെ ഇത്തരത്തിൽ ഒരു പരസ്യത്തിൽ അഭിനയിച്ച് പുലിവാലി പിടിച്ചതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു സോപ്പിന്റെ പരസ്യ മോഡലായി അഭിനയിക്കുകയും അവസാനം അത് കോടതിയിലൊക്കെ എത്തുകയും അതിൽ വളരെ എന്താ പറയുന്നത്, ദൗർഭാഗ്യകരമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഒടുവിൽ അവസാനം അദ്ദേഹത്തിന് ആ പരസ്യത്തിൽ നിന്നും പിന്മാറേണ്ടി വരികയും ഒരു കോമ്പൻസേഷൻ ഒക്കെ ആ വ്യക്തിക്ക് കൊടുത്തുകൊണ്ട് തന്നെ കമ്പനി അത് സെറ്റിൽ ചെയ്യേണ്ട സാഹചര്യം വരെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ ബോളിവുഡിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലും പല പല ചില അടുത്ത സമയത്ത് 2-3 വർഷം മുമ്പൊക്കെ ഒരു പ്രമുഖ നടനും നടിയും കൂടി മോഡലായി വന്ന ഒരു 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 ബിസിനസ് സ്ഥാപനം, ആ ബിസിനസ് സ്ഥാപനം വലിയ തട്ടിപ്പ് നടത്തുകയും പിന്നീട് അവർക്ക് അത് കരാറിൽ നിന്ന് അവർ കൂടി അതിന്റെ മറ്റ് പൊതുജനങ്ങളോട് മറുപടി പറയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവുകയും കോടതി കയറേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. തമിഴിലും ഹിന്ദിയിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ പ്രമുഖ നടന്മാർ ഇത്തരത്തിലുള്ള കോടതി കയറേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ
മലയാളികൾക്കൊരു പ്രത്യേകതയുള്ളത്, ഈ ഇത്തരത്തിലുള്ള ഒരു വലിയ വൻകിട ഒരു താരം, ഒരു സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ ഒരു സൂപ്പർ നടിയോ ഒരു സൂപ്പർ താരമോ ഇത്തരത്തിലുള്ള ഏത് പ്രൊഡക്റ്റും എത്ര മോശം പ്രൊഡക്റ്റ് ആണെങ്കിലും ആ പ്രൊഡക്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നതോടുകൂടി ആ മൂല്യം മലയാളികൾ വിശ്വസിക്കുകയും വിശ്വസിച്ച് ആ ബ്രാൻഡ് കണ്ണും പൂട്ടി കണ്ണടച്ചുകൊണ്ട് അത് വാങ്ങുകയും ചെയ്യുന്നതിന്റെ ഒരു ദുരന്തമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിന് ഈ വിവാഹത്തോടനുബന്ധിച്ച് ഈ ഭക്ഷണം കഴിച്ച് അവിടുന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് യഥാർത്ഥത്തിൽ നമുക്ക് ആരോഗ്യവകുപ്പിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ആരോഗ്യവകുപ്പ് യഥാസമയം ഇടപെടുകയും ഇതിനകത്ത് കൃത്യമായി ആരോഗ്യവകുപ്പിന്റെ ആളുകൾ വളരെ ശക്തമായി ഇടപെട്ട് മരുന്ന് കൊടുക്കുകയും അതുപോലെ തന്നെ ഇതിന്റെ കാരണം കണ്ടെത്തുകയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഇതിനകത്ത് ഇത്തരത്തിൽ ഈ സാധനം ഈ റൈസ് കഴിച്ചവർക്ക് മരണം വരെ സംഭവിക്കാമായിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പക്ഷെ കേസൊക്കെ എടുത്തെങ്കിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പും വേണ്ടത്ര, നമുക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ പറ്റി നമ്മൾ പറയുമ്പം അവർക്ക് അവരുടേതായ ഒരുപാട് പരിമിതി ഉണ്ടെങ്കിൽ പോലും ഭക്ഷ്യസുരക്ഷാ വകുപ്പും വേണ്ടത്ര ഗൗരവം ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല. കാരണം ഈ മാർക്കറ്റിലുള്ള വൻകിട ഒരു പ്രൊഡക്റ്റിനെ പറ്റി ചിലപ്പോൾ തട്ടുകടയിൽ കയറി ഒരു ഭക്ഷണത്തിന്റെ ഒരു പാത്രം തയ്യാറാക്കിയ ഒരു പാചകത്തിന്റെ അടപ്പ് പൊക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണക്കാരൻ നടത്തുന്ന ഹോട്ടലിൽ കയറി ദോശയുടെ എന്തെങ്കിലും മാവോ സാമ്പാറിന്റെ ഒരു ഇത് എടുത്തോണ്ട് പോവുകയോ ചെയ്യുമല്ലാതെ വൻകിട ബിസിനസ്സുകളിൽ അല്ലെങ്കിൽ വൻകിട കമ്പനികൾ നടത്തുന്ന അല്ലെങ്കിൽ വൻകിട താരങ്ങൾ ബ്രാൻഡ് അംബാസഡറായിട്ടോ മോഡലായിട്ടോ അഭിനയിക്കുന്ന ഒറ്റ പ്രൊഡക്റ്റ് പോലും പരിശോധിക്കാൻ പോലും നമുക്കറിയാം. കഴിഞ്ഞ എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു അരി കമ്പനി നടത്തിയ തട്ടിപ്പിനെ പറ്റി നമ്മളൊക്കെ കാണുകയും അരി കമ്പനി ഇപ്പൊ ക്രൈസിസിലാവുകയും ചെയ്തു. പക്ഷെ ആ കമ്പനി നടത്തിയിട്ടുള്ള തട്ടിപ്പ് അത് എത്രമാത്രം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി, എത്രമാത്രം ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പൊ ഇത്തരത്തിലുള്ള ഇതിനെപ്പറ്റി ജനങ്ങൾ ജാഗരൂകരാകാൻ തയ്യാറാവണം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ കഴിവതും നമ്മൾ കൺസ്യൂമർ ഫോറങ്ങളെ, ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറങ്ങളെ അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ, എനിക്ക് തോന്നുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ പരാതിപ്പെട്ടാലും കോമ്പൻസേഷൻ പ്രൊവിഷൻ ഒന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനില്ല. പക്ഷെ കൺസ്യൂമർ ഫോറത്തെ ഇപ്പൊ 14 ജില്ലയിലും കേരളത്തിൽ പഴയ ആ ഒരു ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറങ്ങളല്ല ഇരിക്കുന്ന പത്തനംതിട്ട അടക്കമുള്ള എറണാകുളം അടക്കമുള്ള ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറങ്ങൾ നല്ല നല്ല വിധികൾ ഉണ്ടാവുകയും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ ഏറ്റവും കൂടുതൽ ജനക്ഷേമകരമായ അല്ലെങ്കിൽ ജനത്തിന്റെ കയ്യടി കിട്ടുന്ന രീതിയിൽ ആളുകളുടെ ആ കൺസ്യൂമറിന്റെ പ്രൊട്ടക്ഷനെ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് വിധികൾ ഉണ്ടായിട്ടുള്ള രണ്ട് ഫോറങ്ങളാണ്, ഒന്ന് പത്തനംതിട്ടയും ഒന്ന് എറണാകുളവും. മറ്റു ഫോറങ്ങൾ മോശമാണെന്നല്ല പറഞ്ഞത്, പക്ഷേ എങ്കിൽ പോലും ഈ രണ്ട് ഫോറങ്ങളുടെയും പ്രവർത്തനം വളരെ മാതൃകാപരമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഫോറങ്ങൾ ഫലപ്രദമായി ഇടപെട്ടിട്ട് പോലും ഇതാണെന്ന് സ്ഥിതിയെങ്കിൽ ഇതില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? അതുകൊണ്ട് ആളുകൾ കഴിവതും ഇത്തരത്തിലുള്ള വൻകിട പ്രൊഡക്റ്റുകളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ട്രാജഡി അല്ലെങ്കിൽ അത് ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടായാൽ ആ കൺസ്യൂമർ ഫോറത്തെ സമീപിച്ചുകൊണ്ട് കോമ്പൻസേഷന് വേണ്ടി ആവശ്യമായ കാര്യങ്ങളിലേക്ക് കടക്കണം എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇതൊരിക്കലും ഈ കമ്പനി നടത്തിയ തട്ടിപ്പ് പോലെ തന്നെ ഗൗരവമുള്ള തട്ടിപ്പ് തന്നെയാണ് ഇതിനകത്തിലെ ഈ പ്രമുഖ ഇതിന്റെ ബ്രാൻഡ് അംബാസഡറായ ദുൽഖർ സൽമാൻ. കാരണം അയാൾക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. അയാൾ ഒരു സാധാരണ നടനല്ല. അയാൾ ഒരു ദൃശ്യമാധ്യമത്തിന്റെ കൈരളി പോലുള്ള ഒരു വലിയ സ്ഥാപനത്തിന്റെ ജനങ്ങൾ ഹൃദയത്തിലേറ്റുന്ന ഒരു സ്ഥാപനത്തിന്റെ ചെയർമാന്റെ മകൻ കൂടിയാണ്. ഒരു വലിയ മഹാനടന്റെ മകനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കുറച്ചുകൂടി ഇക്കാര്യത്തിൽ ഗൗരവം കാണിക്കാമായിരുന്നു, അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി ഇതിനകത്തൊരു പരിശോധന നടത്താമായിരുന്നു. അല്ലെങ്കിൽ ഈ പരിശോധന നടത്തിയതിനു ശേഷം താൻ ബ്രാൻഡ് അംബാസഡറായി വന്ന തന്റെ പരസ്യം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ട്രാജഡിയെ കുറച്ചുകൂടി അദ്ദേഹത്തിന് അതിന്റെ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി പോലും അദ്ദേഹവും ശ്രമിച്ചിട്ടില്ല.